ചോദ്യപേപ്പർ ചർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുക. വിവരങ്ങൾ അഭിന നൽകും. അഭിന, ചോദ്യപേപ്പർ ചർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നാണ് പരിഗണിക്കുക. വിവരങ്ങൾ. ഈ MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഒളിവിൽ പോയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടപടികൾ കൂടുതൽ നടപടികൾ ശക്തിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഷുഹൈബിനെതിരെ ഒരു ലുക്കൌട്ട് നോട്ടീസും ക്രൈംബ്രാഞ്ച് പുറത്തിറക്കിയിരുന്നു. ഇതിനു മുൻപ് 2 ദിവസം മുൻപ് ഷുഹൈബ് ലൈവിൽ വരികയും അതുപോലെ തന്നെ ക്ലാസുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ ഒരു സമയങ്ങളിൽ പോലും ഷുഹൈബിനെ വിളിക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ എന്നും പോലീസ് തയ്യാറായില്ല തുടങ്ങിയ ആരോപണങ്ങളും ഈ ക്രൈംബ്രാഞ്ചിനെതിരെ KSU അടക്കമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ 2 ദിവസമായി ഷുഹൈബ് ഒളിവിലാണ്. ഈ ഒളിവിൽ പോയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇന്നാണ് ഈ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഷുഹൈബ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രകാരമാണ്. അതായത് തങ്ങളുടെ ഒരു സ്ഥാപനത്തിന് കൂടാതെ മറ്റു സ്ഥാപനങ്ങൾക്കെതിരെയും ഇത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾക്കൊന്നും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ നടപടിയെടുക്കാതെ തങ്ങളെ തന്നെ കേന്ദ്രീകരിക്കുന്നതാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. ഈ ഒരു നടപടി പിൻവലിക്കണമെന്ന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഷുഹൈബ് പ്രധാനമായും ഒരു ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇന്ന് 11 മണിക്കാണ് കോടതി ആരംഭിക്കുക. തുടർന്നായിരിക്കും ഈ ഒരു കേസ് പരിഗണിക്കുക. ഈ ഒരു കേസും അതായത് ഈ MS സൊല്യൂഷൻ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നത് കൂടാതെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ അശ്ലീല പ്രയോഗങ്ങൾ ഉപയോഗിച്ചുവെന്നും അശ്ലീല പദങ്ങളിലൂടെ ക്ലാസ് നടത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ KSU നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസിലടക്കം ഈ MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബിനെതിരെ പരാതി എടുക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാൾക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഈ നേതാക്കളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഈ അധ്യാപകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ കഴിഞ്ഞ അധ്യയന വർഷത്തും സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരുന്നു. അന്നും ഇത്തരത്തിലൊരു പരാതി എടുക്കാതെ ഈ ഒരു കേസ് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടാതെ തന്നെ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റൊരു പ്രധാന അധ്യാപകനെ വിളിച്ച് വധഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതായും അധ്യാപകൻ പറയുകയുണ്ടായി. അതിപ്രകാരമാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകൻ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഷുഹൈബ് മുൻപും നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ അധ്യാപകൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഒരു വധഭീഷണി ഷുഹൈബ് മുഴക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വൈറലാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇതേ ഷുഹൈബ് തന്നെ ഈ അധ്യാപകരെ വിളിച്ച് പറയുകയുണ്ടായി, താൻ ഒരിക്കലും ഇത്തരത്തിൽ ഇനിയൊരു ചോദ്യപേപ്പർ ചോർത്തുകയോ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയോ ചെയ്യില്ല, ഇനി തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് സംഭവിക്കില്ല എന്ന കാര്യമാണ് ഈ ഷുഹൈബ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് ഈ അധ്യാപകൻ തന്നെ വളരെ വലിയ രീതിയിലൊരു മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത്തരത്തിലൊരു നടപടി ഷുഹൈബിനെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതും KSU ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ നേരത്തെയും ഈ MS സൊല്യൂഷനിൽ അടക്കമുള്ള അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ നിലവിൽ ഈ ഒരു MS സൊല്യൂഷനിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഉപകരണങ്ങൾ അതുപോലെ തന്നെ ഈ KSU നേതാക്കളടക്കം നൽകിയിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഫോറൻസിക്കിന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും നടപടിയെടുക്കുക അല്ലെങ്കിൽ ഇതിനെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ KSU ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ MS സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കണ്ണി മാത്രമാണ്. പുറത്ത് വമ്പൻ സ്രാവുകൾ തന്നെ പുറത്തുണ്ട്. ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ആളുകൾ ഇതിൽ വലിയൊരു രാഷ്ട്രീയ കളി നടത്തുന്നതെന്നും അതുകൂടാതെ തന്നെ CPM-ലെ ഒരു പ്രധാനപ്പെട്ട അംഗം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ലെ പല പ്രാദേശിക നേതാക്കളടക്കം ഈ ഒരു കേസിൽ ഉൾപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് അട്ടിമറിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ KSU തന്നെ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്രൈംബ്രാഞ്ച് ഒരിക്കൽ പോലും ഷുഹൈബിനെ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളൊരു വിഷയം ഈ വിദ്യാഭ്യാസ മന്ത്രി
വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ട് പോലും ഈ ഷുഹൈബിനെതിരെ സിഒ ഷുഹൈബിനെതിരെ കൃത്യമായ രീതിയിൽ ഒരു നടപടി എടുക്കാത്തത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനാ നേതാവായിരിക്കുന്ന KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് അടക്കം പറയുന്നത്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് നിരവധി വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളടക്കം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുൻനിരയിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളടക്കം ഇതിൽ ഈ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. AISF അതുപോലെ തന്നെ MSF തുടങ്ങിയ നിരവധി രാഷ്ട്രീയ സംഘടനകൾ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ തന്നെ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം നടത്തിയിട്ട് പോലും ഷുഹൈബിനെ തൊടാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഷുഹൈബിനെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഇതിലൊരു ഒരു രാഷ്ട്രീയ കളി നടക്കുന്നുണ്ട്. ഇത് ക്രൈംബ്രാഞ്ച് കൂടെ ഉൾപ്പെട്ടിട്ടാണ് ഇത്തരത്തിലൊരു കളി നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ KSUവിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവായ VT സൂരജ് അടക്കം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഷുഹൈബിനെതിരെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിനെയും വലിയ രീതിയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് VT സൂരജ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നിരവധി കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഷുഹൈബിനെതിരെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളടക്കം ഈ വീഡിയോ ദൃശ്യങ്ങളിലടക്കം ഷുഹൈബിനെതിരെ വലിയ രീതിയിലൊരു ഈ അധ്യാപകരുടെ അടക്കം മൊഴിയെടുക്കുകയും തെളിവുകൾ അടക്കം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ ഷുഹൈബിനെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ കടുത്ത രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇപ്പോൾ KSUവിന്റെ തീരുമാനം. വൃന്ദ, ഷുഹൈബിനായുള്ള തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും ക്രൈംബ്രാഞ്ച് ഈ ഒരു വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഷുഹൈബിനെതിരെയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾ, ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളടക്കം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഷുഹൈബിനെതിരെ ശക്തമായ രീതിയിൽ തെളിവുകൾ വന്നിട്ടും കൂടാതെ തന്നെ ഷുഹൈബ് ഈ ആരോപണങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഷുഹൈബിനെതിരെ നടപടിയെടുക്കണമെന്നും KSU അടക്കമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾ അടക്കം മുന്നോട്ട് വന്നപ്പോൾ പോലും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഷുഹൈബ് വെല്ലുവിളിക്കുന്ന ഒരു തരത്തിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിനെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ കേസ് നൽകിയിരിക്കുന്ന ഈ KSU രാഷ്ട്രീയ നേതാവായിരിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവായിരിക്കുന്ന സൂരജിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ ഷുഹൈബ് വീണ്ടും ഒരു വീഡിയോക്കകത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അന്നും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു ഷുഹൈബ് പറഞ്ഞിരുന്നത്, ഞാൻ ഒരിക്കലും ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ല, തങ്ങൾ വിദ്യാർത്ഥികളുടെ ആ ഒരു സുരക്ഷിതത അല്ലെങ്കിൽ ഒരു അവരെ സേവ് ചെയ്യുക, അവരെ വിജയിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ തനിക്കുള്ളൂ, താൻ ഒരിക്കലും വിദ്യാർത്ഥികളെയോ അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന രക്ഷിതാക്കളെയോ ഒരിക്കൽ പോലും താൻ വഞ്ചിച്ചിട്ടില്ല, ഇത്തരത്തിലുള്ള മാധ്യമ സൃഷ്ടിയാൽ വരുന്ന വാർത്തകളൊന്നും വിശ്വസിക്കരുത്, ഇതിലൊരു കാമ്പ് പോലും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ ഷുഹൈബിന്റെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. കൂടാതെ ആ കെമിസ്ട്രി ചോദ്യപേപ്പറിന് തൊട്ടു പിന്നാലെ പിറ്റേ ദിവസം ചോദ്യപേപ്പർ വന്നതിനു ശേഷവും ഈ ഷുഹൈബ് പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ അതേപടി തന്നെയായിരുന്നു അന്നും ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ചോദ്യപേപ്പറിന്റെ ഉറവിടം തന്നെ ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് എന്നുള്ളൊരു സ്ത്രീകരണത്തിൽ തന്നെയാണ് ഇപ്പോഴും ചക്കലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പല അധ്യാപകരും ഉള്ളത്. ഇതിൽ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ചില ഈ വമ്പൻ സ്രാവുകൾ തന്നെ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൊടുവള്ളിയിലെ തന്നെ പല വ്യക്തികളും ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ സഹായത്താൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ ചോർന്നത്. അതിനായുള്ള ഈ ചില അധ്യാപകരുടെ ഒരു സഹായം ചിലപ്പോൾ ചില സ്കൂളിലെ ക്ലർക്കുമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ ആയിരിക്കാം ഈ ഷുഹൈബിന് പിന്നിൽ എന്നാണ് ഈ അധ്യാപകരടക്കം പറയുന്ന ഒരു കാര്യം. ഈ SSLC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സെക്യൂരിറ്റി തന്നെ ഒരു വലിയൊരു പവിത്രത തന്നെ SSLC പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അധ്യാപകരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പവിത്രതയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണ്. 1500 രൂപയും അതുപോലെ തന്നെ നിരവധി പൈസയും കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അടക്കം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ ചോദ്യപേപ്പർ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഷുഹൈബ് ഇത് ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ വലിയ രീതിയിലാണ് ഇത്തരത്തിൽ ഷുഹൈബ് അടക്കമുള്ള ഈ MS സൊല്യൂഷൻ ഒരു സ്ഥാപനം ചെയ്യുന്നത് എന്ന കാര്യങ്ങളാണ് ഈ അധ്യാപകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് പോലും ഷുഹൈബിനെ ഇത്തരത്തിൽ തൊടാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ കളി തന്നെയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇതിൽ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഒരു വലിയ രാഷ്ട്രീയ കളി ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ
MSF ആയിക്കോട്ടെ, അതുപോലെ തന്നെ AIYF ആയിക്കോട്ടെ, ഈ KSU ആയിക്കോട്ടെ, വിവിധ സംഘടനകളടക്കം ഈ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോഴും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇനി ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് KSU അടക്കമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾ നോക്കിക്കാണുന്നത്. ഇതിനെതിരെ ഷുഹൈബിനെതിരെയും അതുപോലെ തന്നെ MS സൊല്യൂഷനെതിരെയും കൃത്യമായൊരു നടപടി വേണമെന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾ അടക്കം പറയുന്ന ഒരു കാര്യം. പിന്നെ MS സൊല്യൂഷന് പുറമെ മറ്റ് ട്യൂഷൻ സെന്ററുകളിലെ ജീവനക്കാരെയും അധ്യാപകരെയും ചോദ്യം ചെയ്യൽ നടപടികൾ ഇതുവരെയായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചോ? വിവരങ്ങൾ. തീർച്ചയായും നേരത്തെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട അധ്യാപകരെയും അതുകൂടാതെ തന്നെ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ മറ്റൊരു പ്രധാന അധ്യാപകൻ എന്ന് പറയുന്ന ഹക്കീം ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു മുൻപ് ഇത്തരത്തിലൊരു പരാതി ഈ ഷുഹൈബിനെതിരെ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ ചോദ്യപേപ്പർ, ഇംഗ്ലീഷ് ചോദ്യപേപ്പറിന് വന്നത് ഈ സിലബസിൽ ഒരിക്കൽ പോലും ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ. അത് ചോദ്യമായിരുന്നു ഈ തലേ ദിവസം, ഈ പരീക്ഷയുടെ തലേ ദിവസം ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലബസിൽ ഒരിക്കൽ പോലും വരാത്തൊരു ചോദ്യമായിരുന്നു ഇത്തരത്തിൽ ഷുഹൈബ് വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നത്. ആ ചോദ്യം തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് വന്നിരുന്നത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികളാണ് അധ്യാപകരിലേക്ക് എത്തിച്ചത് എന്നാണ് ഈ ഹെഡ് മാസ്റ്റർ അടക്കം പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലും ഈ ചോദ്യപേപ്പറിന്റെയും ഈ വീഡിയോയുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്ന് അധ്യാപകർ വിദ്യാഭ്യാസ വകുപ്പിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഒരു കൃത്യമായൊരു നടപടി MS സൊല്യൂഷന് അന്ന് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ പറയുന്നത്. അതുകൂടാതെ തന്നെ അതിന് തൊട്ടു പിന്നാലെ ചക്കൽക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റൊരു പ്രധാന അധ്യാപകനെ വിളിച്ച് വധഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെയായിരുന്നു. സമാനമായ രീതിയിൽ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അധ്യയന വർഷത്തെ അതേ ചോദ്യപേപ്പർ തന്നെ ചോർന്നു എന്നുള്ള രീതിയിലായിരുന്നു അധ്യാപകരും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ മറ്റ് ട്യൂഷൻ സെന്ററുകളിലെ അധ്യാപകരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ചോദ്യം ചെയ്യലിൽ നിന്നെല്ലാം വ്യക്തമായി പറയുന്നത് സിലബസുകളൊന്നും മാറുന്നില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും വരുന്നത് എന്നുള്ളത്. ആ ഒരു ചോദ്യങ്ങൾ മാത്രമാണ് തങ്ങൾ വിദ്യാർത്ഥികളെ അറിയിക്കുന്നത് എന്നുള്ളതായിരുന്നു ഈ ട്യൂഷൻ സെന്ററുകളിലെ എല്ലാം അധ്യാപകരുടെയും ഒരു മറുപടി എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഒരു അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കൊടുവള്ളി കേന്ദ്രീകരിച്ച് കൊടുവള്ളി MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് കൊടുവള്ളിയിൽ ചില നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുന്ന ചില ആളുകളാണ് ഇതിന് പിന്നിൽ. MS സൊല്യൂഷൻ എന്ന സ്ഥാപനവും അതുപോലെ തന്നെ ഇതിലെ CEO എന്ന് പറയുന്ന ഷുഹൈബും ഒരു ചെറിയ കണ്ണി മാത്രമാണ്. ഇതിൽ ഉൾപ്പെടുന്ന ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച ബന്ധപ്പെട്ട് ഉൾപ്പെടുന്ന ചെറിയൊരു കണ്ണി മാത്രമാണ് ഈ ഷുഹൈബും അതുപോലെ തന്നെ ഈ ഒരു MS സൊല്യൂഷൻ സ്ഥാപനവും എന്നുമാണ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. ഇതിന് പിന്നിൽ മറ്റൊരു ആളുകളുമുണ്ട്. അതിൽ പ്രാദേശിക നേതാക്കൾ, CPM-ലെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള മറ്റാളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. ഇത് കൂടാതെ തന്നെ മറ്റ് സർക്കാർ സ്കൂളുകളിലെ എല്ലാം അധ്യാപകരെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാർ സ്കൂളുകളിലെ സ്ഥാപനങ്ങളിലെല്ലാം അധ്യാപകരടക്കം ഈ ഒരു MS സൊല്യൂഷനെയും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകളെയെല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു മറുപടി തന്നെയായിരുന്നു ഈ അധ്യാപകരുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഒരു സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അധ്യാപകരാരും തന്നെ ഇത്തരത്തിൽ ലീവിന് പോയിട്ട് ഇത്തരത്തിൽ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് നിർത്തണം എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സർക്കുലറുകളെല്ലാം പുറത്തിറക്കിയത് ഒരു രാഷ്ട്രീയ പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ്, ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടികളെല്ലാം എടുക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇവരെല്ലാം സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കളടക്കം പറയുന്നത്. വൃന്ദ, ശരി, വ്യക്തമാണ്. സമഗ്രമായ വാർത്തയുടെ വിശദാംശങ്ങളാണ് അഭിന നൽകിയത്. കോഴിക്കോട് വടകരയിൽ കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മനോജിന്റെയും ജോയലിന്റെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ആ വാർത്തയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം